മൂന്നര പതിറ്റാണ്ടായി നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി വന്നിരിക്കുകയാണ്. കേസിൽ ആന്റണി രാജു MLA കുറ്റക്കാരൻ. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. 32 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2006 കുറ്റപത്രം സമർപ്പിച്ച കേസിൻ്റെ വിധിന്യായം 19 വർഷത്തോളം നീണ്ടു. എന്താണ് തൊണ്ടിമുതൽ കേസ്? കേസിൻ്റെ നാൾ വഴികൾ കാണാം. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആൻഡ്രൂ സാൽ വധോര ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമല്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം കണക്കിലെടുത്ത് കോടതി വിദേശിയെ വെറുതെ വിട്ടു. തുടർന്ന് 1994 തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിൻ്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഗൂഢാലോചന രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. 2014 നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റി. അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും പ്രതികൾ ഹാജരാകുകയോ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെട്ടു. കേസ് പുനരന്വേഷിക്കാൻ 2023 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 2024 നവംബറിൽ തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. പ്രതികൾ അടുത്ത മാസം 20-നോ അല്ലെങ്കിൽ അടുത്ത പ്രവൃത്തി ദിനത്തിലോ വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. 2025 ഒക്ടോബർ 24 തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കോടതി ജീവനക്കാരനായ 1ാം പ്രതി ജോസ് സർക്കാർ സർവീസിലുള്ളതിനാൽ വഞ്ചന കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലിൻ്റെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. തുടർന്ന് വഞ്ചന കുറ്റവും ചേർത്താണ് വിചാരണ നടന്നത്. വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ടിരുന്നു. ഡിസംബർ 16 വാദം പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.